വ്യത്യസ്തമായ സേവനമാണ് ശബരിമലയിൽ പോലീസുകാർക്ക് അനുഷ്ഠിക്കാനുള്ളത്. പ്രത്യേകിച്ചും 18-ാം പടിയിൽ ലാത്തിയും തോക്കുമില്ലാതെ ഭക്തരെ സുരക്ഷിതമായി അയ്യപ്പ ദർശനത്തിന് സഹായിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണിവിടെ പോലീസുകാർക്ക്. വലിയൊരു ജനക്കൂട്ടത്തെ ലാത്തിയും തോക്കും ഗ്രനേഡും ഉപയോഗിച്ച് മാത്രം നിയന്ത്രിച്ച ശീലമുള്ള പോലീസുകാർക്ക് ശബരിമലയിലേത് വ്യത്യസ്തമായ അനുഭവമാണ്. ഇതൊന്നുമില്ലാതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ നിയന്ത്രിക്കുക, ഒപ്പം ഇവർക്ക് സുരക്ഷയും നൽകുക. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 18-ാം പടിയിലെ ജോലിയാണ് ഏറ്റവും ശ്രമകരമായത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പമ്പയിൽ നിന്നും തീർത്ഥാടകർ മലചവിട്ടുന്ന അതേ വേഗത്തിൽ പടിയിൽ തീർത്ഥാടകരെ കയറ്റിയാൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ. ഓരോ പടിയും തൊട്ടുതൊഴുന്ന തീർത്ഥാടകരെ പരാതികളില്ലാതെ സോപാനത്തിലെത്തിക്കും. കൂടുതൽ കായികാധ്വാനവും ഇതിനാവശ്യമുണ്ട്. 4 മണിക്കൂറിൽ 30 പേരടങ്ങുന്ന സംഘമാണ് സേവനത്തിനുണ്ടാകുക. ഒരേ സമയം 10 പേർ പടിയിലുണ്ടാകും. 24 മണിക്കൂറും പടിയിൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നതിനാൽ മുഴുവൻ സമയവും ഇവിടെ സേവനത്തിന് പോലീസ് നിർബന്ധമാണ്. സോപാനത്തിലെ പോലീസുകാരുടെ സേവനവും മികച്ചതാണ്. വ്രതമെടുത്തെത്തുന്ന ഓരോ ഭക്തനെയും കൃത്യമായ ഇടവേളകളിൽ ദർശനം ചെയ്യിച്ച് പുറത്തിറക്കും. കുട്ടികൾക്കും വൃദ്ധർക്കും വികലാംഗർക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവർക്കുമെല്ലാം പ്രത്യേക പരിഗണനയും പോലീസുകാർ നൽകും. സേവനത്തിൻ്റെ വ്യത്യസ്ത മുഖമാണ് ശബരിമലയിൽ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തീർത്ഥാടനകാലം മുഴുവൻ തീർത്ഥാടകരിൽ ഒരാളായി അവർക്ക് നിൽക്കാൻ കഴിയുന്നതും. ക്യാമറമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.